യോശുവ അധ്യായം 17. യോസെഫിന്റെ ആദ്യജാതനായ മനശ്ശെയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിന്റെ അപ്പനുമായ മാഖീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ അബിയേസരിന്റെ മക്കൾ, ഹേലെക്കിന്റെ മക്കൾ, അസ്രിയേലിന്റെ മക്കൾ, ശേഖേമിന്റെ മക്കൾ, ഹേഫെരിന്റെ മക്കൾ, ഷെമീധാവിന്റെ മക്കൾ എന്നിവർക്കും കുടുംബം കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബം കുടുംബമായി യോസേഫിന്റെ മകനായ മനശ്ശെയുടെ മക്കൾ ആയിരുന്നു. എന്നാൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫെരിന്റെ മകൻ ശെലോഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു. അവന്റെ പുത്രിമാർക്കും മഹള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നു പേരായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുൻപിൽ അടുത്തു ചെന്നു. ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരവകാശം കൊടുത്തു. ഇങ്ങനെ മനശ്ശെയുടെ പുത്രിമാർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശ്ശെയ്ക്ക് യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനശ്ശെയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശെയുടെ അതിരോ ആശേർ മുതൽ ശേഖേമിന് കിഴക്കുള്ള മിഖ്മെതാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു. തപ്പൂഹ ദേശം മനശ്ശെയ്ക്കുള്ളതായിരുന്നു. എങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രയീമ്യർക്കുള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാ തോട്ടിങ്കലേക്ക് തോട്ടിന്റെ തെക്കുകൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനശ്ശെയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രയീമിനുള്ളവ. മനശ്ശെയുടെ അതിർ തോട്ടിന്റെ വടക്ക് വശത്തുകൂടി ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. തെക്ക് ഭാഗം എഫ്രയീമിനും വടക്ക് ഭാഗം മനശ്ശെയ്ക്കുമുള്ളത്. സമുദ്രം അവന്റെ അതിരാകുന്നു. അത് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസാഖാരിനോടും തൊട്ടിരിക്കുന്നു. ഇസാഖാരിലും ആശേരിലും മനശ്ശെയ്ക്ക് ബേത്ത്ശെയാനും അതിന്റെ അധീന നഗരങ്ങളും, യിബ്ലെയാമും അതിന്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, ഏൻ ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, താനാക് നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, മെഗിദ്ദോ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശെയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താൽപ്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. അനന്തരം യോസേഫിന്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രയീം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാട് വെട്ടി സ്ഥലം എടുത്തുകൊള്ളുവീൻ എന്നുത്തരം പറഞ്ഞു. അതിന് യോസെഫിന്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ. ബെത്ഷ്യാനിലും അതിന്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസേഫിന്റെ കുലമായ എഫ്രയീമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്. മലനാട് നിനക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നു എങ്കിലും നിങ്ങൾ അത് വെട്ടിത്തെളിക്കണം. അതിന്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങളുള്ളവരും ബലവാന്മാരും ആകുന്നു എങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. യോശുവ അധ്യായം 18.
അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഓരോ ഗോത്രത്തിന് 3 പേരെ നിയമിപ്പീൻ. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എൻ്റെ അടുക്കൽ മടങ്ങി വരേണം. അത് 7 പങ്കായി ഭാഗിക്കണം. യഹൂദ തൻ്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ. യോസേഫിൻ്റെ കുലവും അതിൻ്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ഷീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എൻ്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവർ പോയി ദേശത്തുകൂടി കടന്ന് നഗരവിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ഷീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ യോശുവ ഷീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി നറുക്കുവന്നു. അവരുടെ അവകാശത്തിൻ്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസേഫിൻ്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. വടക്ക് ഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കിൽ തുടങ്ങി വടക്ക് യെരിഹോവിൻ്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്ത് ആവേൻ മരുഭൂമിയെങ്കിൽ അവസാനിക്കുന്നു. അവിടെ നിന്ന് ആ അതിർ ബെതേൽ എന്ന ലൂസിൻ്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബേത്ത് ഹോരോൻ്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതെരോത്ത് അദാറിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞു പടിഞ്ഞാറേ വശത്ത് ബേത്ത് ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞു യഹൂദ മക്കളുടെ പട്ടണമായ കിര്യത്ത് യെയാരീം എന്ന കിര്യത്ത് ബാലയെങ്കിൽ അവസാനിക്കുന്നു. ഇത് തന്നെ പടിഞ്ഞാറേ ഭാഗം. തെക്കേ ഭാഗം കിര്യത്ത് യെയാരീമിൻ്റെ അറ്റത്തുള്ള തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വെള്ളത്തിൻ്റെ ഉറവ് വരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയ്ക്കെതിരെയും റെഫായീം താഴ്വരയുടെ വടക്കുവശത്തും ഉള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് യെബൂസ്യ പർവ്വതത്തിൻ്റെ പാർശ്വം വരെയും ഏൻ രോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞു ഏൻ ഷെമേഷിലേക്കും അതുമീം കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് രൂബേൻ്റെ മകനായ ബോഹാന്റെ കല്ല് വരെ ഇറങ്ങി അരാബയ്ക്കെതിരെയുള്ള മലഞ്ചെരുവിലേക്ക് കടന്ന് അരാബയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബേത്ത് ഹൊഗ്ലയുടെ മലഞ്ചെരുവ് വരെ കടന്ന് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിൻ്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിൻ്റെ കിഴക്കേ അതിർ യോർദാൻ ആകുന്നു. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ യെരിഹോ, ബേത്ത് ഹൊഗ്ല, ഏമെക്, കെയരിഹോ, ബേത്ത് ഹെഗ്ല, ഏമെക് കെസീസ്, ബേത്ത് അരാബ, സെമാറയീം, ബെതേൽ, അവീം, പാര, ഒഫ്ര, ഖെഫാർ അമ്മോനി, ഒഫ്നി, ഗേബ ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, ഗിബെയോൻ, രാമ, ബേരോത്ത്,
മിസ്പ, കെഫീര, മോസ, റേക്കം, യിർപ്പേൽ, തരല, സേല, ഏലെഫ്, യെരൂശലേം എന്ന യെബൂസ്യ നഗരം, ഷിബയത്ത്, കിരിയത്ത്, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. യോശുവ അധ്യായം 19. രണ്ടാമത്തെ നറുക്ക് ശിമിയോന് കുടുംബം കുടുംബമായി ശിമിയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ആയിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർഷേബ, ഷേബ, മോലാദ, ഹസർ ഷുവാൽ, പാല, ഏസം, എൽത്തോലദ്, ബേദൂൽ, ഹോർമ, സിക്ലാഗ്, ബേത്ത് മർക്കാബോത്ത്, ഹസർ സൂസ, ബേത്ത് ലെബായോത്ത്, ഷാരൂഹെൻ, ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, അയീൻ, റിമ്മോൻ, ഏഥർ, ആശാൻ, ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബാലാത്ത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശിമിയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ശിമിയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമിയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സെബൂലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി 3-ാമത്തെ നറുക്കു വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ സാരീദ് വരെയായിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബേശെത്ത് വരെ ചെന്ന് യൊക്നെയാമിനെതിരെയുള്ള തോട് വരെ എത്തുന്നു. സാരീദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോത്ത് താബോറിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫേറിലേക്കും ഏത്ത് ഖാസീനിലേക്കും കടന്ന് നെയ്യാ വരെ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹന്നാദോന്റെ വടക്ക് വശത്ത് തിരിഞ്ഞ് യിപ്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹല്ലാൽ, ഷിംറോൻ, യിഥല, ബേത്ലഹേം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നറുക്ക് ഇസാഖാറിന് കുടുംബം കുടുംബമായി ഇസാഖാർ മക്കൾക്ക് തന്നെ വന്നു. അവരുടെ ദേശം ഇസ്രായേൽ, കെസുല്ലോത്ത്, ശൂനേം, ഹഫാരയീം, ഷിയോൻ, അനാഹരാത്ത്, രബീത്ത്, കിഷ്യോൻ, ഏബസ്, റേമത്ത്, എൻഗനീം, എൻഹദ, ബേത്ത് ഫസേസ് എന്നിവ ആയിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസുമ, ബേത്ത് ഷെമേഷ് എന്നിവയിൽ എത്തി യോർദാങ്കിൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 5-ാമത്തെ നറുക്കു വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേതൻ, അക്ഷാഫ്, അല്ലമേലേക്ക്, അമാദ്, മിഷാൽ എന്നിവ ആയിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മേലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി. സൂര്യോദയത്തിന്റെ നേരെ ബേത്ത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബൂലൂനിലും ബേത്ത് ഏമേക്കിലും നെയ്യേലിലും യിപ്താഹ് ഏൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൽ, ഹെബ്രോൻ, രേഹോബ്, ഹമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസയിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്ക്, രേഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത്
ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബം കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു. അവരുടെ അതിർ ഹേലെഫും സാനന്നീമിലെ കരുവേലകവും തുടങ്ങി അദാമി നേക്കെബിലും യപ്നോലിലും കൂടി ലഖൂം വരെ ചെന്ന് യോർദാങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നോത്ത് താബോരിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹൂക്കോക്കിലേക്ക് ചെന്ന് തെക്ക് വശത്ത് സെബൂലൂനോടും പടിഞ്ഞാറ് വശത്ത് ആശേരിനോടും കിഴക്ക് വശത്ത് യോദാന്യ യഹൂദയോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം, സേർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നേരത്ത്, അദമ, രാമ, ഹാസോർ, കേദെഷ്, എദ്രയി, ഏൻ ഹാസോർ, ഈരോൻ, മിഗ്ദൽ ഏൽ, ഹോരേം, ബേത്ത് അനാത്ത്, ബേത്ത് ഷെമേഷ്, ഇങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശദേശം സൊറ, എസ്തായോൽ, ഈർ ഷെമേഷ്, ഷാലബീൻ, അയ്യാലോൻ, യിത്ല, ഏലോൻ, തിമ്ന, എക്രോൻ, എൽ തെക്കെ, ഗിബദോൻ, ബാലാത്ത്, യഹൂദ്, ബേനെ ബെറാക്ക്, ഗേത്ത് റിമോൻ, മെയർഖോൻ, റഖോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവും ആയിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലേശേമിനോട് യുദ്ധം ചെയ്തു അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു കൈവശമാക്കി അവിടെ പാർത്തു. ലേശേമിന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാൻ എന്ന് പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു. അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു. ഇവ പുരോഹിതനായ എലയാസാറും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങൾ ആകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു.